സാമുവേൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ടേണിംഗ് പോയിന്റ്. ന്യായാധിപന്മാരിൽ നിന്ന് രാജഭരണത്തിലേക്ക്. പുരോഹിതൻ, പ്രവാചകൻ, ന്യായാധിപൻ, രാജതന്ത്രജ്ഞൻ. അത്ഭുതകരമായ ജനനം. ഹന്നയുടെ കരഞ്ഞുള്ള നിലവിളി കേട്ട് കർത്താവ് അവൾക്ക് മകനെ നൽകുന്നു. അവൾ അവന് ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. ദേവാലയത്തിലായിരിക്കുമ്പോൾ ദൈവം അവനെ വിളിക്കുന്നു. കർത്താവെ അങ്ങ് അരുൾ ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു. കർത്താവിൻ്റെ വിളിക്കുത്തരം നൽകിയ അവനിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നു. അവൻ്റെ വാക്കുകളിൽ ഒന്നുപോലും വ്യർത്ഥമാകാൻ അവിടുന്ന് അനുവദിച്ചില്ല. കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു. മിസ്പായിൽ അവൻ ന്യായപാലനം നടത്തുന്നു. വിഗ്രഹാരാധന അവസാനിപ്പിക്കുന്നു. ബിംബങ്ങൾ തച്ചുടയ്ക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തിലേക്ക് നടന്നെടുക്കുന്ന ഇസ്രായേലിനെ അവൻ ഒരുക്കുന്നു. പക്ഷേ അവർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മറ്റു ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും രാജാവിനെ തരിക. മനോവേദനയോടെ അവൻ എതിർത്തു. കർത്താവ് അവനോട് പറഞ്ഞു, നീ അവരെ എതിർക്കണ്ട. അവർ തിരസ്കരിച്ചത് നിന്നെയല്ലല്ലോ, അവരുടെ രാജാവായ എന്നെയല്ലേ. ഇതിൽ വരാൻ പോകുന്ന എല്ലാ ഭവിഷ്യത്തുകളും അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവൻ അവർക്ക് രാജാവിന് നൽകുന്നു. ആദ്യം സാവൂളിനെയും പിന്നീട് ദാവീദിനെയും. ദൈവിക വെളിപാടുകളോട് വിശ്വസ്തയോടെ ഇസ്രായേലിൻ്റെ ഭാസുരമായ ഭാവിക്ക് കൃത്യമായ ദിശാബോധം നൽകിയവനാണ് സാമുവേൽ. ദൈവിക ദൗത്യങ്ങൾ സ്വീകരിക്കാൻ ക്രിയാത്മകമായി ദൈവത്തോട് അനുദിനം പ്രതികരിക്കുന്നവരാകാൻ നമുക്ക് കഴിയുമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.